റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ എന്താണ് നടക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുമാത്രമല്ല, ഈ യുദ്ധം നിർത്താൻ വിവിധ രാജ്യങ്ങൾ നടത്തുന്ന ശ്രമങ്ങളും നമ്മൾ പതിവായി കേൾക്കാറുണ്ട്. ഇപ്പോൾ ട്രംപ് ഒരു വലിയ പ്രസ്താവന നടത്തിയിട്ടുണ്ട്. എന്തൊക്കെ തന്നെ ചെയ്താലും സെലൻസ്കി റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കില്ല. ആവശ്യമുണ്ടെങ്കിൽ യുദ്ധം വീണ്ടും ശക്തമായി തുടർന്നു കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ എടുക്കുകയാണ്. ഇങ്ങനെ നേരിട്ടൊരു കുറ്റാരോപണം നടത്തിയിട്ടുണ്ട്. ഇത് ആദ്യമായല്ല സെലൻസ്കിക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉയരുന്നത്. പക്ഷേ കുറച്ചു ദിവസം നന്നായി സംസാരിച്ചിട്ട് വീണ്ടും ഇങ്ങനെ ഒരു ആരോപണം ഉയർത്തു. ഇതിന് പിന്നിൽ മറ്റൊരുപാട് കാര്യങ്ങൾ നടക്കാൻ പോകുന്നുവെന്ന് നമുക്ക് ഊഹിച്ചെടുക്കാം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കാർഖീവ് പ്രദേശത്തെ ഒരു ഡാം റഷ്യ തകർത്തിട്ടുണ്ട്. ഈ ഡാം തകർന്നതിലൂടെ എന്ത് വലിയ പ്രത്യാഘാതമാണ് ഉണ്ടാകാൻ പോകുന്നത്? ഡാം തകർത്തതിലൂടെ റഷ്യ ഉക്രൈൻ യുദ്ധം തലകീഴായി മാറുമോ എന്നൊക്കെ ചോദിച്ചാൽ റഷ്യ ഉക്രൈൻ യുദ്ധത്തിലെ തീരുമാനം മാറുമോ ഇല്ലയോ എന്നൊന്നും പറയാൻ സാധിക്കില്ല. പക്ഷേ ഉക്രൈൻ നടത്താൻ ഉദ്ദേശിച്ചിരുന്ന കൗണ്ടർ ഒഫൻസീവ് വലിയ തോതിൽ അവിടെ തടസ്സപ്പെട്ടിരിക്കുകയാണ്. അടുത്ത പ്രധാനപ്പെട്ട കാര്യം, ഇതിലൂടെ റഷ്യക്ക് കാർഖീവും വളരെ വേഗത്തിൽ അവരുടെ നിയന്ത്രണത്തിലേക്ക് ആക്കാനുള്ള ഒരു വഴി തുറന്നിരിക്കുകയാണ്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഇവ രണ്ട് വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ്. എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ലണ്ടനിൽ വെച്ചൊരു പ്രധാനപ്പെട്ട യോഗം നടന്നു. യൂറോപ്യൻ യൂണിയൻ നേതാക്കൾക്കും സെലൻസ്കിക്കും ഇടയിൽ. ഈ മീറ്റിംഗിനെ കുറിച്ച് പറയേണ്ടത് റഷ്യ ഉക്രൈൻ യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കാം, ഉക്രൈനെ എങ്ങനെ പുനർനിർമ്മിക്കാം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. കാരണം ഉക്രൈനിലെ 60% കൂടുതൽ ഇൻഡസ്ട്രിയൽ സൈറ്റുകൾ റഷ്യൻ ആക്രമണം മൂലം തകർന്നിരിക്കുകയാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഡോൺബോസിലെ വീഴ്ചയാണ്. ഡോൺബോസ് ഉക്രൈനിലെ ഏറ്റവും വലിയ ഒരു ഇൻഡസ്ട്രിയൽ മേഖലയായിരുന്നു. കൂടാതെ ഉക്രൈനിലെ മൊത്തം സ്റ്റീൽ ഉൽപാദനം, ഹെവി ഇൻഡസ്ട്രിയൽ ഉപകരണങ്ങൾ നിർമ്മിക്കുന്നത്, മെഷീനുകൾക്ക് ആവശ്യമായ സ്റ്റീൽ ഭാഗങ്ങൾ, നട്ട്, ബോൾട്ട് എന്നിവയുടെ ഉൽപാദനം ഇവയെല്ലാം നടന്നത് ഡോൺബോസ് പ്രദേശത്തായിരുന്നു. ഇപ്പോൾ പോക്രോവോസ്ക് വരെയും റഷ്യ മുന്നേറ്റം നടത്തിയതോടെ ഉക്രൈന് മറ്റൊരു വലിയ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. അതിനാൽ ഇതെല്ലാം വീണ്ടും പുനർനിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് 40-50 ബില്യൺ യൂറോസ് വരെയും അടിയന്തരമായി അവർക്ക് ആവശ്യം വരും. 50 ബില്യൺ യൂറോ ഒരു വിലയിരുത്തലെടുത്താൽ നമ്മുടെ കണക്കനുസരിച്ച് നോക്കിയാൽ അത് ഏകദേശം 4 ലക്ഷം കോടി രൂപ വരും. ഈ 50 ബില്യൺ എന്നത് US$ ആയിട്ടാണെങ്കിലും അത് യൂറോസ് ആയിട്ടാണെങ്കിലും ശരി, ഈ ഒരു എമൗണ്ട് സാങ്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയും കൂടാതെ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ എന്ത് സംഭവിച്ചാലും അമേരിക്ക പിന്നിലേക്ക് പോകും. അങ്ങനെ പിന്നിലേക്ക് പോവുകയാണെങ്കിൽ അടുത്ത ഘട്ടമായ സെലൻസ്കിക്ക് ഏത് തരത്തിലുള്ള സഹായം, എങ്ങനെയെല്ലാം യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങൾ ചെയ്യാൻ പോകുന്നു, ഇതൊക്കെയാണ് മീറ്റിംഗിൽ സംസാരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് മീറ്റിംഗ് നടന്ന് അവസാനിച്ചിട്ടുണ്ടാകും. തിങ്കളാഴ്ച രാത്രിയാണ് ഈ ഒരു മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഈ മീറ്റിംഗ് പെട്ടെന്ന് തീരുമാനിച്ചതിന്റെ കാരണം ട്രംപിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. ട്രംപ് ഒരു കാര്യം വ്യക്തമായി പറഞ്ഞു, അമേരിക്കൻ മധ്യസ്ഥതയിൽ പീസ് ഡീൽ ഒരിക്കൽ സപ്പോർട്ട് ചെയ്യും, പിന്നീട് ആ പീസ് ഡീലിൽ നിന്നും പുറത്തേക്ക് വരും. ഇതിനൊക്കെ സെലൻസ്കി വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഈ നീക്കങ്ങൾ റഷ്യ ഉക്രൈൻ യുദ്ധത്തെ കൂടുതൽ നീട്ടിക്കൊണ്ടുപോകാൻ കാരണമാകുന്നു. അമേരിക്ക സമാധാനം കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ആ പ്രവർത്തനങ്ങൾക്കെല്ലാം സെലൻസ്കി പുതിയ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു. I believe fine with it, but I'm not sure that Zelensky is fine with it. His people love it, but he hasn't read it. So someday you'll explain that one to me, Jeff. സെലൻസ്കി എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊന്നും അറിയില്ല. പക്ഷെ അദ്ദേഹം ഓരോ ദിവസവും താമസിപ്പിക്കുന്നത് ഉക്രൈന്റെ തകർച്ചയ്ക്ക് കാരണമാകുമെന്ന് ട്രംപ് തുറന്നു പറഞ്ഞു. ഇതിന് മുൻപ് ട്രംപ് സംസാരിച്ചതൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. റഷ്യയെ വിമർശിച്ചിട്ടുണ്ടാകും, സെലൻസ്കിയെ അത്ര സ്പർശിച്ചിട്ടുണ്ടാകില്ല. പക്ഷെ ഇപ്പോൾ ഇങ്ങനെ നേരിട്ട് കുറ്റം ചുമത്തിയിരിക്കുന്നത് സെലൻസ്കിയുടെ നിലപാടുകളിലെ തെറ്റു തന്നെയാണ് അതിന് കാരണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിനാൽ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഉടൻ തന്നെ ഒരു സമാധാന കരാർ ഒപ്പിടാനുള്ള സാധ്യത കുറവാണ്. അല്ലെങ്കിൽ അത് പിന്നെയും വൈകിയാൽ അതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും സെലൻസ്കിക്ക് തന്നെയായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ പലർക്കും രൂപപ്പെട്ടിരിക്കുന്ന ഒരു ധാരണ. അടുത്ത് നമ്മൾ അറിയാൻ പോകുന്ന മറ്റൊരു കാര്യം പൊഷൻസ്കെ ഡാമാണ്. കാർഖീവിലുള്ള പൊഷൻസ്കോ റിസർവോയർ ഡാമാണ്. ഇത് എത്ര വലിയ ഡാമാണെന്ന് അറിയണ്ടേ? ഇതിന്റെ ജലസംഭരണ ശേഷി മാത്രം നോക്കിയാൽ ഏകദേശം 84,000 ചതുരശ്ര കിലോമീറ്റർ വ്യാപ്തിയുള്ള വലിയൊരു ജലപിടിപ്പ് പ്രദേശമുണ്ട്. അതുകൊണ്ട് ഇത് വിപുലമായൊരു ബഹുകോടി കൂറ്റൻ അണക്കെട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഡൊണറ്റ്സ് നദി എന്നൊരു നദിയുണ്ട്, അല്ലെങ്കിൽ ഡോൺസ് നദി എന്ന് വിളിക്കും. ഇത് നിപ്രോ നദിയുടെ ഒരു ശാഖ നദിയാണ്. കാർഖീവിലേക്ക് കടന്ന് നഗരങ്ങൾക്കകത്ത് ഒഴുകി പിന്നെയും വീണ്ടും നിപ്രോ നദിയിൽ തന്നെ വന്നു ചേരുന്നു. ആ ശാഖയിലാണ് ഇത് നിലകൊള്ളുന്നത്. ഇപ്പോൾ ഈ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ റിസർവോയർ ഡാമിനെ റഷ്യ അടിച്ചു തകർത്തു. ഈ ഡാമിൽ മൊത്തത്തിൽ 11 ഗേറ്റുകളുണ്ട്. എല്ലാം വലിയ ഗേറ്റുകളാണ്. ഇതിൽ 2 ഗേറ്റുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. മാത്രമല്ല 3ാമത്തെ ഗേറ്റ് ഭാഗികമായി കേടായി എന്ന റിപ്പോർട്ടുണ്ട്.
റഷ്യയ്ക്ക് താല്പര്യമുണ്ടായിരുന്നെങ്കിൽ ഡാമിനെ പൂർണ്ണമായും റഷ്യയ്ക്ക് തകർക്കാൻ സാധിക്കും, മുഴുവനായും പൊളിച്ചെറിയാൻ സാധിക്കും. 2 PH-100 അല്ലെങ്കിൽ 2 ഇസ്കാന്ദർ മിസൈൽ അവിടെ അയച്ചാൽ മാത്രം മതി, ഡാം പൂർണ്ണമായും നശിക്കും. പക്ഷെ അവരങ്ങനെ ചെയ്തില്ല. അവസാന ഭാഗത്തുള്ള 2 ഗേറ്റുകളെ മാത്രം ടാർഗറ്റ് ചെയ്ത് അടിച്ചിട്ടുണ്ട്. ഇത് ചെയ്യാൻ കാരണം റഷ്യയുടെ ഒരു വലിയ യുദ്ധതന്ത്രം തന്നെയാണ്. ഇതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മാപ്പ് നിങ്ങൾ നോക്കുക. ഈ ഒരു ലൊക്കേഷൻ നോക്കിയാൽ ഈ 2 എണ്ണം അടിച്ചതിന്റെ ഉദ്ദേശം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. പോക്രോവോസ്കും മൈറഹോർദ്വൽത്ത് എന്ന ഭാഗം നേരിട്ട് വടക്കോട്ട് പോകുന്ന ഒരു യുദ്ധമേഖലയാണ്. ഉക്രൈൻ ഒരു കൗണ്ടർ ഒഫൻസീവ് ആരംഭിക്കാൻ പോകുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. ഈ കൗണ്ടർ ഒഫൻസീവിനെ കുറിച്ച് നമ്മൾ 2 ആഴ്ചയ്ക്ക് മുൻപേ സംസാരിച്ചിരുന്നു. ഞങ്ങൾ റഷ്യ ഒരു സ്ഥലത്ത് നിന്ന് തള്ളി പുറത്താക്കി, ആ പ്രദേശം പിടിച്ചെടുത്തു എന്നൊക്കെ പറഞ്ഞാൽ ഉക്രൈന് അത് വലിയൊരു PR നേട്ടം ലഭിക്കും. അങ്ങനെ ഒരു വലിയ PR ഇമേജ് ഉണ്ടാക്കിയാൽ അടുത്ത ഘട്ടത്തിൽ ഉക്രൈൻ യുദ്ധത്തിൽ ജയിക്കുന്നു എന്നൊരു ഇമേജ് അവിടെ സൃഷ്ടിക്കാൻ സാധിക്കും. ആ ഒരു ചിത്രം ലോകത്തിന് മുന്നിൽ ഉയരും. ഈ ചിത്രം ഉയർന്നാൽ എന്ത് പ്രയോജനം എന്നറിയണ്ടേ? യുദ്ധത്തിന്റെ ഫലം പൂർണ്ണമായി മാറുമോ എന്നൊക്കെ ചോദിച്ചാൽ റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ ഫലം തീർച്ചയായും മാറില്ല. എന്നാൽ ഉക്രൈന് ധനസഹായം നൽകുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലെ വലിയ സ്പോൺസർമാർ, ബില്യൺ യൂറോസ് ഒക്കെ നൽകുന്ന വലിയ രാജ്യങ്ങൾ, അവരെ കൺവിൻസ് ചെയ്ത് സഹായിക്കും. നോക്കുക, ഞങ്ങൾ ജയിക്കുന്നു, റഷ്യയെ മുൻനിരയിൽ നിന്നും പിന്മാറ്റി എന്നൊക്കെ പറഞ്ഞ് 1-2 ആഴ്ചകൾ അല്ലെങ്കിൽ 1 മാസം വരെയും ഇങ്ങനെയുള്ള വാർത്തകൾ പുറത്തുവിടാൻ അവരെ കൊണ്ട് കഴിയും. അപ്പോൾ ഉക്രൈൻ കൗണ്ടർ ഒഫൻസീവ് തുടങ്ങുന്നു എന്ന വിവരം റഷ്യക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഉക്രൈന്റെ കൗണ്ടർ ഒഫൻസീവ് തടയാനുള്ള ഏക മാർഗം ഈ ഡാം പൊട്ടിക്കുക എന്നതായിരുന്നു. റഷ്യയുടെ മുഴുവൻ ശക്തി ഉപയോഗിച്ചാൽ അത് സാധിക്കും. അവരുടെ മാൻ പവർ ഉപയോഗിച്ച് അവർക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കും. പക്ഷെ എല്ലായിടങ്ങളിലും അങ്ങനെ ചെയ്യാൻ കഴിയില്ല. ഇതിന് മറ്റൊരു ഉദാഹരണം പറയാൻ സാധിക്കും. 2023 കേഴ്സൺ മേഖലയിലുള്ള കഖൗവ ഡാം റഷ്യ തകർത്തിരുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം 2022 പിടിച്ചെടുത്ത എല്ലാ പ്രദേശങ്ങളും പൂർണ്ണമായും ഡോമിനേറ്റ് ചെയ്യാൻ കഴിയില്ല എന്നവർ തിരിച്ചറിഞ്ഞതാണ്. അതിനാൽ നിലനിർത്താനാകാത്ത പ്രദേശങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞ് വിട്ടുകൊടുത്തു. പക്ഷേ പിന്മാറുമ്പോൾ ഒരു വലിയ വെല്ലുവിളി ഉണ്ടായിരുന്നു. അവിടെ ശീതകാലം തുടങ്ങാത്ത ഒരവസ്ഥയായിരുന്നു. ശീതകാലത്തിന് മുൻപുള്ള, മഞ്ഞുകാലത്തിന് മുൻപുള്ള ഒരവസ്ഥയായിരുന്നു. അത്തരം സമയത്ത് എതിരാളിയായ ഉക്രൈൻ സൈന്യത്തിന് വേഗത്തിൽ മുന്നേറാനുള്ള മികച്ച അവസരം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു അവസരം ഉക്രൈൻ ഉണ്ടായിരുന്നു. കാരണം അവർക്ക് അവിടെ പ്രതിരോധമായി ഒന്നും തന്നെ ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. അവരുടെ മുന്നേറ്റത്തിന്റെ വേഗത കുറയ്ക്കാൻ റഷ്യ അവിടെയുള്ള ഡാം പൂർണ്ണമായും തകർത്തു. ഒരു വൻ വെള്ളപ്പൊക്കം നിപ്രോ നദിയിലൂടെ വന്നപ്പോൾ ഉക്രൈന്റെ കൗണ്ടർ ഒഫൻസീവ് നടത്താനുള്ള പദ്ധതി കേഴ്സൺ മേഖലയിൽ പൂർണ്ണമായും തടഞ്ഞു. ഇപ്പോൾ അതേ തന്ത്രം ഇവിടെയും ഉപയോഗിച്ചിരിക്കുകയാണ്. ഇതിലൂടെ റഷ്യയ്ക്ക് ഒരു വലിയ തന്ത്രപരമായ അവസരം ലഭിച്ചിരിക്കുകയാണ്. കാർഖീവിന് ചുറ്റുമുള്ള മറ്റ് മേഖലകളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ കഴിയും. ഈ ഭാഗത്ത് വലിയ തോതിൽ വെള്ളം നിറഞ്ഞതിനാൽ ഉക്രൈൻ എന്ത് ശ്രമം നടത്തിയാലും അത് കടന്ന് അകത്തേക്ക് എത്താൻ അവരെ കൊണ്ട് കഴിയില്ല. ആ വെള്ളം തന്നെയാണ് അവിടെ വലിയ സ്വാഭാവിക ഒരു പ്രതിരോധം, ഒരു മതിലായി നിലകൊള്ളുന്നത്. തന്ത്രപരമായ രീതിയിൽ നോക്കുമ്പോൾ ഇത് വളരെ വലുതും ഫലപ്രദവുമായ നീക്കമാണ്. പക്ഷേ മാനവികതയുടെ ദൃഷ്ടികോണിൽ ഇത് തീർച്ചയായും തെറ്റ് തന്നെയാണ്. അതിപ്പോൾ ഉക്രൈൻ ചെയ്താലും റഷ്യ ചെയ്താലും തെറ്റ് തന്നെയാണ്. റഷ്യ എന്തുകൊണ്ട് ഇങ്ങനെ വിമർശിക്കുന്നു എന്നൊന്നും നിങ്ങൾ ചോദിക്കേണ്ട. അവർ ചെയ്തത് തെറ്റാണ്. അവർ ആ ഡാം തകർത്തു. ഇത് കാരണം വരും ദിവസങ്ങളിൽ ബാധിക്കപ്പെടാൻ പോകുന്നത് കാർഖീവിലെ സാധാരണ ജനങ്ങളായിരിക്കും. കാരണം കാർഖീവിനും ചുറ്റുമുള്ള പല പ്രദേശങ്ങളിലും കുടിവെള്ളം നൽകുന്നതിന്റെ പ്രധാനപ്പെട്ട ജലസ്രോതസ് ഈ അണക്കെട്ടായിരുന്നു. ഇത് തകർന്നതോടെ അവിടെയുള്ള ആളുകൾക്ക് ഒരു വെള്ളക്ഷാമം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. റഷ്യയുടെ യുദ്ധതന്ത്രത്തിൽ ഇതും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. കാർഖീവിൽ വെള്ളക്ഷാമം ഉണ്ടായി ജനങ്ങൾ പുറത്തേക്ക് മാറിയാൽ അവിടെ റഷ്യയ്ക്ക് വളരെ എളുപ്പത്തിൽ ആക്രമണം നടത്താൻ കഴിയും. കാരണം അവിടെ ഒരുപാട് ബിൽഡിംഗ് ഉണ്ടെങ്കിൽ എല്ലായിടങ്ങളിലും ജനങ്ങൾ താമസിക്കുന്നുണ്ട്. അവയിൽ എവിടെയാണ് ഉക്രൈൻ സൈന്യം, എവിടെയാണ് അവരുടെ വെയർ ഹൗസ്, ഇതൊക്കെ കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതിന് ഉയർന്ന നിലവാരത്തിലുള്ള ഇന്റൽ തന്നെ വേണം. പക്ഷെ ആളുകൾ ഒഴിഞ്ഞാൽ 10ൽ 2 ബിൽഡിംഗിൽ മാത്രമേ ആളുകൾ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ റഷ്യയ്ക്ക് ഒട്ടുമിക്ക ബിൽഡിംഗിലും ലക്ഷ്യം വെച്ച് ആക്രമിക്കാനും എളുപ്പമാകും. നേരിട്ട് തിരിച്ചറിയാനും ശത്രുക്കൾ എവിടെയാണെന്നുള്ളത് പെട്ടെന്ന് തിരിച്ചറിയാനും സാധിക്കും. റഷ്യ ഉപയോഗിക്കുന്ന ഒരു കഠിനമായ യുദ്ധതന്ത്രം തന്നെയാണ്. പക്ഷെ പൊതുജനങ്ങളുടെ കാഴ്ചപ്പാടിൽ ഇത് തീർച്ചയായും ഒരു തെറ്റായ കാര്യം തന്നെയാണ്. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് വിക്കി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.